ഇത് യേശുക്രിസ്തുമായിട്ടുള്ള കാര്യമാണ് വിശുദ്ധ കുർബാന. ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകൾ യേശുക്രിസ്തുമായിട്ടുള്ളതാണ്. ഞാൻ ഇന്നിവിടെ വന്നതിന് ശേഷം എന്റെ വാ പൊളിച്ചത് എന്റെ തമ്പുരാനോടാണ്, ജീവൻ നൽകുന്ന ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്. എന്റെ പ്രാർത്ഥനകളൊക്കെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നാം എല്ലാവരും ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്തിന്? നമ്മുടെ ആവശ്യങ്ങളൊക്കെ സാധിപ്പിച്ചു തരുന്ന, ആവശ്യം സാധിപ്പിക്കാൻ മാത്രമാണ് ദൈവം ഇരിക്കുന്നത്. അല്ല, എന്റെ ജീവനാണ്, എന്റെ ലൈഫാണ് യേശു ക്രിസ്തു. എന്റെ ദൈവമാണ്. എന്റെ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് ലൈഫ് തന്ന ദൈവത്തോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ജീവൻ തന്ന ദൈവത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് മക്കളെ തന്ന, നിങ്ങൾക്ക് മക്കളെ തന്ന, നമുക്ക് കൊച്ചുമക്കളെ തന്ന, നമുക്ക് ജീവൻ തന്ന നമ്മുടെ ഉടയവനായ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ ദൈവമാണ് നിങ്ങൾക്ക് ജോലി തന്നത്. ഈ ദൈവമാണ് നിങ്ങൾക്ക് ലൈഫ് തന്നത്. ഈ ദൈവമാണ് ഭ്രാന്തനായി നീ വഴിയെ നടക്കാതെ നിന്നെ ആശ്വാസത്തോടെ ബുദ്ധിയുള്ളവനായി നല്ലവനായി കുടുംബത്തിൽ ജീവിക്കാൻ കൃപ തന്നത്. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനായാലും നീ അനുഭവിക്കുന്ന ദൈവത്തിന്റെ കൃപകളാണ്. മറന്നുപോകല്ലേ. ദൈവത്തെ വിട്ട് നടക്കുന്നവരെ ഞാൻ നിങ്ങളെ ചിതറിച്ചു കളയും, വിടിയിപ്പാൻ ആരും ഉണ്ടാകില്ല. രാഷ്ട്രീയക്കാരനെ നിന്റെ വീട് ഞാൻ തകർത്ത് കളയും, നിന്നെ ആരും വിടുവിക്കുകയെന്ന് പറയുന്നു. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ്. ദൈവത്തിന് വചനം പറയുമ്പോൾ അവർക്ക് ഇതൊക്കെ അച്ഛന്മാർ ചോദിച്ചപ്പോൾ പണിയില്ലാത്ത ഉപദേശിമാരും അച്ഛന്മാരും പ്രസംഗിക്കുകയാണ്. 10 മിനിറ്റിൽ കൂടെ പ്രസംഗം നീണ്ട പല പള്ളിയിലും കൈവെക്കും. ഇവന്റെ കൈ എത്ര കാലം പൊങ്ങും? ഇവന്റെ ലൈഫ് എന്ത് ചെയ്യും? എവിടം വരെ നിൽക്കും? ജീവനുള്ള ദൈവത്തിന്റെ ഒരിക്കലും അഹങ്കാരികളോടാണ് ദൈവം ഏറ്റവും വേർത്ത് നിൽക്കുന്നത്. ജീവിതത്തിൽ നാം നോക്കണം, നമ്മുടെ ജീവിതത്തിൽ വല്ല അഹങ്കാരം ഉണ്ടോ? എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അഹങ്കാരമുണ്ടോ? ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ടോ? എന്റെ കുടുംബ ജീവിതം എങ്ങനെയാണ് പോകുന്നത്? ദൈവസന്നിധിയിൽ വിനയപ്പെടുക. ദൈവമേ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ട്, കർത്താവേ ഞങ്ങൾ മനസ്സിന്റെ വിശുദ്ധിയോടും ശരീരത്തിന്റെ വെടിപ്പോടും ആത്മാവിന്റെ ശക്തിയോടും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. രാവിലെ മുതൽ സന്ധ്യ വരെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയില്ല. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. ഒരുപക്ഷെ ദൈവമാതാവിന്റെ പേരായിരിക്കും നമുക്ക് മറിയാം, അല്ലെ മേരി, അല്ലെ മാത്യു, അല്ലെ ഏലിയാസ്, അല്ലെ ഏലിയാവ്, എന്തെങ്കിലും ആയിക്കോ. ഇതൊന്നും ദൈവസന്നിധി വിലയില്ല. നാം ദൈവമക്കളാണെങ്കിൽ മാത്രമേ ദൈവം കേൾക്കുകയുള്ളൂ. കർത്താവ് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തതിനു ശേഷം നീ ഇവിടെ വന്ന് കൈ മലർത്തുമ്പോൾ ഞാൻ നിന്നെ പോലുള്ളവനാണോ? പാപങ്ങളെ ഏറ്റു പറഞ്ഞതിന് ശേഷം വേണം കുർബാനയിൽ വരുവാനും സംബന്ധിക്കുവാനും. ആ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് കുളിച്ച് വിശുദ്ധിയോടെ മടങ്ങിപ്പോകാനാണ്. ശരീരങ്ങൾ അനുഭവിച്ചിട്ട് സന്തോഷത്തോടെ പോവുകയാണ്. ഇങ്ങോട്ട് വരുന്ന ദുഃഖങ്ങളെല്ലാം ഇവിടെ താഴ്ത്തി വെക്കണം. രോഗങ്ങളും നിരാശകളും പ്രയാസങ്ങളും കണ്ണുനീരുകളും സാമ്പത്തിക ഞെരുക്കും എല്ലാം ഇവിടെ ഒന്ന് ഏറ്റില്ലേ. തമ്പുരാൻ ഇവിടെ ഉണ്ട്. എന്റെ അരികിൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്റെ മക്കളെ, നിങ്ങൾ എന്റെ അരികിൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇത് എത്ര പ്രാവശ്യമെന്ന് നമുക്ക് കുർബാനയിൽ സമാധാനം പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടോ? ഇല്ലെങ്കിൽ വേറെ ആരുമല്ല കാരണക്കാരൻ, അവരവർ തന്നെയാണ്. എന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതാകുന്നെങ്കിൽ ഞാൻ അതിന് കാരണക്കാരൻ, എന്റെ സഹധർമ്മിണിയല്ല. അവരുടെ ജീവിതത്തിൽ സമാധാനമില്ലാതെങ്കിൽ ഞാനല്ല അതിന്റെ കാരണക്കാരൻ. എന്റെ ഭാര്യയുടെ സ്വഭാവം കൊണ്ട് അവൾ തന്നെ അനുഭവിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? നിങ്ങൾ തമ്പുരാനെ നോക്കണേ. ദൈവം ഒരു കൂട്ടത്തിലൊരു സഖിയെ തന്നിട്ടുണ്ടായിരിക്കുക. ഒരു മനുഷ്യനാണ് അയാൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് അവളെ. അവളെ കൊണ്ട് എത്ര സഹായിക്കാൻ കഴിയും? എത്ര ആശ്വസിപ്പിക്കുവാൻ കഴിയും? എത്ര കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും? ഇങ്ങനെയാണ് ജീവിതത്തിന് വിജയം ഉണ്ടാകേണ്ടത്. ഭാര്യയും ഭർത്താവും നിങ്ങൾ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ഇതാ ഇപ്പോൾ മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ബലമേൽപ്പിക്കുന്നു. ഒരുപക്ഷെ ഒരു മണ്ടനും ഒരു മിടുക്കിയുമായിരിക്കും, അല്ലെങ്കിൽ ഒരു മിടുക്കനും ഒരു മണ്ടിയുമായിരിക്കും. പക്ഷെ ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. എന്നെ കൊണ്ട് നടന്നേ മതിയാവും. അതിനോട് ക്ഷമയോട് സ്നേഹത്തിൽ പരസ്പരം സഹകരിക്കണം. ഇനി നിങ്ങൾ 2 ശരീരമല്ല, ഒരു ശരീരമാണ്. ഞാൻ 45 വർഷത്തോളം മുകളിലാകുന്നു കുടുംബജീവിതത്തിലേക്ക് കഴിഞ്ഞിട്ട്. ഞങ്ങൾ ഒരു ശരീരമാണ് പ്രിയപ്പെട്ടവരെ. ഞങ്ങൾ ഒരു ശരീരമായി ജീവിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവകൃപയിൽ ജീവിച്ചു പ്രസംഗിക്കുന്നത്. ഞങ്ങൾ 2 ശരീരമാണെങ്കിൽ അന്ന് തീരും. കർത്താവ് പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്റെ സമാധാനം കുടുംബങ്ങൾക്ക് തരുന്നു. എന്റെ സമാധാനം പേഴ്സണൽ ലൈഫിലേക്ക് തരുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ലോകത്തരുന്ന പോലെ അല്ല. വെറുതെ എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ലോകത്തിന്റെ പുറകെ പോയി നിങ്ങൾ സമാധാനം നശിപ്പിക്കരുത്. ഈ ലോകത്തിൽ നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കുകയില്ല. ജീവിതം നമ്മൾ എന്തെല്ലാം കാണുന്നു, എന്റെ സമാധാനം ഉണ്ടോ? സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഏറെക്കാലം അധികകാലം ഏറെയായി 70 ഇത് ക്ലോസ് ആകും. പോട്ടെ, അധികമായത് 80. അതിന്റെ പ്രതാപം എന്തുവാ? ദുഃഖവും പ്രയാസവുമാണ്. ഈ മനുഷ്യ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ വളരെ തീഷ്ണതയോട് ഓടുകയാണ്. എനിക്കത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം, എനിക്കിത് സമ്പാദിക്കണം. വേണ്ട.
ജീവിതത്തിന്റെ സമ്പാദ്യം ദൈവമായി മാറട്ടെ. യേശുക്രിസ്തുവിന്റെ ശരീരങ്ങൾ അനുഭവിക്കുക, ജീവൻ പ്രാപിക്കുക. എന്റെ ശരീരം ഭക്ഷിക്കുന്ന, എന്റെ രക്തം കുടിക്കുന്ന എന്നൂടെ എന്നാളും ജീവിക്കും. അവസാന നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. പള്ളി വരുന്നവരാരും ഉയർത്തെഴുന്നേക്കത്തില്ല. യേശുക്രിസ്തുവുമായി ബന്ധമുള്ളവനെ ഉയർക്കത്തുള്ളൂ. സുവിശേഷം പ്രസംഗിച്ചോണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. അതിൻപ്രകാരം ജീവിച്ചെങ്കിലേ പോകുള്ളൂ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സായിരിക്കാനും നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നിനക്ക് നന്മയുണ്ടാകുവാൻ, നിനക്ക് ഭൂമിയിൽ നീ ദീർഘായുസ്സോടെ ഇരിക്കണമെങ്കിൽ പാവപ്പെട്ട ഒരു അപ്പൻ, പാവപ്പെട്ട ഒരു അമ്മ, നിനക്ക് വേണ്ടി ഉറക്കളച്ച തള്ള, നിനക്ക് വേണ്ടി ഉറക്കളച്ച വല്യമ്മ, ആരെങ്കിലും ആകട്ടെ, അല്ലെ അപ്പൻ, അല്ലെ വല്യപ്പൻ, നിനക്ക് നന്മ വേണോ? തിരുവചനമാ പറയുന്നത്, നിനക്ക് നന്മയുണ്ടാകുവാൻ നീ ഭൂമിയിൽ ദീർഘായുസ്സായിരിക്കാനും നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നിങ്ങൾ എന്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഒന്നിനെ കുറിച്ചും ഭാരപ്പെട്ട്, ഷോർട്ട് വേദവചനം മാത്രം ഞാൻ പറയുന്നു. തിരുവനന്തപുരം പറയുന്നത് ഒന്നിനെ കുറിച്ചും ഭാരപ്പെട്ട് സകലതും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിപ്പീൻ. നിങ്ങൾ ഭാരപ്പെട്ട വല്ലതും നീളാൻ നോക്കൂ. നാം ഭാരപ്പെടുന്നതുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരം പറയുന്നത്, നീ ഭാരപ്പെടുന്നതുകൊണ്ട് നിങ്ങളത്തിൽ ഒരുപാട് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കത്തില്ല. ദൈവം ഒരു കുരുടനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കുരുടനായിരിക്കും. ദൈവം ഒരു നീളവെള്ളത്തിനെ സൃഷ്ടിച്ചാൽ നീളവെള്ളമായിരിക്കും. നീ എത്ര ശ്രമിച്ചാലും അതിന് മേലോട്ട് പാകുകയില്ല. നീ ജനിക്കുന്നതിന് മുമ്പ് തമ്പുരാൻ അടയാളപ്പെടുക. 3 അടി 5 ഇഞ്ച് മതി, 5 അടി 5 ഇഞ്ച് മതി, അല്ല 7 അടി വേണം, അല്ല 4 അടി മതി. തമ്പുരാൻ നിശ്ചയിച്ചു. അന്ന് നിനക്ക് അവിടെ കുറിച്ചിട്ടു ലിസ്റ്റിലെ. എന്താണെന്നറിയോ? നീ 40 വയസ്സ് വരെ ജീവിച്ചാൽ മതി, നീ 60 വയസ്സ് വരെ ജീവിച്ചാൽ മതി, നീ 101 വയസ്സ് വരെ ജീവിച്ചാൽ മതി. എത്ര ഗുളിക കഴിച്ചാലും എത്ര ഡോക്ടറെ കണ്ടാലും ഒന്നും ജീവിതം നീട്ടി കിട്ടുകയില്ല. ജീവന്റെ ഇവിടെ ദൈവമാണ്. തമ്പുരാനോട് ജീവിക്കുക, തമ്പുരാന്റെ കയ്യിൽ പിടിക്കുക. എങ്ങനെ കുടുംബജീവിതം വിജയിക്കാൻ സാധിക്കും? യേശുക്രിസ്തു നടുക്ക് നിൽക്കണം. അപ്പുറം ഇപ്പുറം ഭാര്യയും ഭർത്താവും അവന്റെ കൈകളിൽ പിടിക്കണം. ഞങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി കറക്കപ്പെട്ട ആണി കറച്ച കരങ്ങളിൽ രക്തമൊഴുകാണ്. ഞങ്ങളുടെ ദുഃഖങ്ങൾ മാറ്റണമേ എന്ന് ഒരുമിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ അന്ന് നിന്റെ കണ്ണുനീര് മാറും, അന്ന് നിന്റെ ദുഃഖം മാറും, അന്ന് നിന്റെ സമാധാനം നീ കണ്ടെത്തും. ഇതെങ്കിലും നടക്കത്തില്ല പ്രിയപ്പെട്ടവരെ. 7 TV വേണ്ടിയിട്ട് വെളുക്കോളം പോയാലും സീരിയൽ കണ്ടു ഒരു സുഖവും അനുഭവിക്കാൻ പോകുന്നില്ല. സത്യമായി ഞാൻ പറയും, നിങ്ങൾ എന്റെ ഒരിക്കലും വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അപ്പൻ മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. അപ്പൻ മക്കളോട് കാരണം ഒരു കുഞ്ഞു പറയാണ്, ഡാഡി മമ്മി എനിക്കത് വേണം, നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുക, അങ്ങേറ്റം ശ്രമിക്കുക. ഇതാ യേശുക്രിസ്തുവിന്റെ സ്നേഹം. അവൻ നമ്മളെ കാൽവഴിയിൽ നിന്ന് പ്രസവിച്ചവനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ,